ഇതെന്താ പഞ്ചസാര പോലെയുണ്ടല്ലോ? രണ്ടാൾ ഒരു മിനിറ്റ് വെറുതെ ഇരിക്കയില്ല. കാവ്യ, എന്തിനാ മോള് കരയുന്നേ? ചേച്ചി എന്റെ പാവ എടുത്തിട്ട് തരുന്നില്ല മമ്മി. അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാവ. ഗുഡ് ഗേൾ അല്ലേ? അനിയത്തിക്ക് പാവ കൊടുത്തേ. ഗുഡ് ഗേൾ. രണ്ടുപേരും വികൃതി കാണിക്കാതെ കളിച്ചോളണം കേട്ടോ. ഓക്കേ മമ്മി. ഗുഡ് ഗേൾസ്. ഇപ്പോഴല്ലേ ഞാൻ ഗ്ലാസ്സിൽ പാൽ ഒഴിച്ചു വെച്ചിട്ട് പോയത്? ആരെ ഈ പാല് കുടിച്ച്? നിങ്ങളാണോ കുടിച്ചത്? ശൈലു, എന്തൊക്കെയാ മോളെ ഈ വീട്ടിൽ നടക്കുന്നത്? എന്ത് പറ്റി മുത്തശ്ശി? ഈ വീട്ടിൽ വന്നേ പിന്നെ എല്ലാ ദിവസവും രാത്രി എന്തൊക്കെയോ മോശം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്ത് മോശം കാര്യങ്ങളോ? ഉറങ്ങുമ്പോ രാത്രി ആരോ വാതിൽ പടപടാ മുട്ടുന്ന ശബ്ദം കേൾക്കും. കുട്ടികൾ ഉറങ്ങുന്നുണ്ടാവും, എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ശബ്ദം കേൾക്കും. എപ്പോഴും ആരോ കരയുന്ന കേൾക്കാം. എനിക്കെന്തോ ആകെ പേടി തോന്നുക. ഇതെല്ലാം രാഹുൽ കേട്ട ചിരിക്കും മുത്തശ്ശി.
മുത്തശ്ശിക്ക് വയസ്സായില്ലേ, ഉറക്കം കുറവായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ തോന്നും മുത്തശ്ശി, അത്രേ ഉള്ളൂ. ഇതിനെയാണ് ഹാലോസിനേഷൻ എന്ന് പറയുന്നത്. അല്ല ഷീലു, ഞാൻ പറയുന്നതാണ് സത്യം. നീ പറയുന്ന പോലെ ഇത് തോന്നലല്ല. ഈ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട്. മുത്തശ്ശിക്ക് ഈ സ്ഥലം പുതിയതല്ലേ, അതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നേ. മുത്തശ്ശി കരുതും പോലെ ഇവിടെ ഒന്നുമില്ലെന്നേ. മുത്തശ്ശി ആവശ്യമില്ലാതെ ഭയപ്പെടുകയാണ്. അയ്യോ, ഈ വീട്ടിൽ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിക്കുമോളെ? ഈ കാലത്തെ പ്രേതം പിശാചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ അതൊക്കെ വെറുതെ ട്രാഷ് ആണ് മുത്തശ്ശി. ട്രാഷ് അല്ല ഷൈലു, ഈ വീട്ടിൽ പ്രേതം ഉണ്ട്. മുത്തശ്ശി ആവശ്യമില്ലാതെ മനസ്സിനെ വിഷമിപ്പിക്കണ്ട, സന്തോഷമായിട്ടിരിക്കെ. ഇവിടെ ഒന്നുമില്ലെന്നേ. ഞാൻ എങ്ങനെ പറഞ്ഞാലും നീ വിശ്വസിക്കില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യും? മുത്തശ്ശി ഇതെല്ലാം വെറും കെട്ടുകഥകളാണെന്നേ. കെട്ടുകഥ വിശ്വസിക്കുന്ന ആളെ ഞാൻ തല്ലിപ്പൊളി. ഞാൻ എന്ത് പറഞ്ഞാലും നീ വിശ്വസിക്കില്ല. ഇതിനൊരു പരിഹാരം കണ്ടേ മതിയാവും. എന്താ രണ്ടാമത് വന്നത്? എന്താ സംഭവിച്ചത്? അമാനുഷികമായ കാര്യങ്ങളാ സ്വാമി. സ്വാമി, രക്ഷിക്കണം. നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഏതോ ദുഷ്ടശക്തികൾ ഉള്ളതായി കാണുന്നു. ഈ 2 ചെറുനാരങ്ങ കൊണ്ടുപോയി നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ വീടിന്റെ മുമ്പിലും ഒന്ന് നിങ്ങളുടെ തലയിണയ്ക്കടിയിലും വെച്ച് ഉറങ്ങിക്കൊള്ളുക. രാവിലെ ആരും എണീക്കുന്നതിന് മുമ്പ് ചവിട്ടിയ മണ്ണെടുത്ത് ഈ 2 ചെറുനാരങ്ങയും മണ്ണും ഒന്നിനൊന്നും തൊടാതെ എടുത്തോണ്ട് വാമേ. അതിനുശേഷം ഞാൻ നോക്കിക്കോളാം. ശരി സ്വാമി. ഇന്നും രാവിലെ മുതൽ മുത്തശ്ശി കാണാനില്ല രാഹുൽ. എനിക്ക് വല്ലാത്ത ടെൻഷനുണ്ട് രാഹുൽ. ശൈലു, എപ്പോ നോക്കിയാലും നീ മുത്തശ്ശി ഓർത്ത് നിന്നെ ടെൻഷൻ ആകുന്നേ. അവരെന്നെ ചെറിയ കുട്ടിയാണോ? അവരിങ്ങി വന്നോളൂ. എന്താ ഒന്ന് പോകുമ്പോ പറഞ്ഞിട്ട് പോയാല് എനിക്ക് ടെൻഷൻ ഉണ്ടാവില്ലല്ലോ. അതാ ആരാ വന്നു നോക്ക്. എങ്ങോട്ടാ പോയത് മുത്തശ്ശി? മുത്തശ്ശി ഓർത്ത് ദിവസവും വിഷമിച്ചോണ്ടിരിക്കുക. ഞാൻ പുറത്ത് പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? എപ്പോ നോക്കിയാലും എന്നെ നോക്കി നീ എന്തിനാടി വിഷമിക്കുന്നത്? ഞാൻ നിന്റെ കാര്യം ഓർത്താ വിഷമിക്കുന്നേ. നിന്നോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. പുറത്ത് പോയിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. വാ മുത്തശ്ശി, വന്ന് എന്തെങ്കിലും കഴിക്ക്. എന്താ ശൈലു, എന്താ ഇവിടെ? ഞാൻ വെള്ളം കുടിക്കാൻ വന്നതാ മുത്തശ്ശി. അതിരിക്കട്ടെ, ഈ സമയത്ത് മുത്തശ്ശി എന്താ ഇവിടെ ചെയ്യുന്നത്?
എന്തോ ശബ്ദം കേട്ടു. ഒന്ന് നോക്കിയിട്ട് പോവാന്ന് കരുതി. നിങ്ങൾക്കെന്താ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്? ഞാനിവിടെ വന്നത് മുതല് ഭയപ്പെട്ട് ചത്തുപോകുന്ന തോന്നുന്നത്. ഉറങ്ങാനേ പറ്റുന്നില്ല. ഇത് തന്നെ പറഞ്ഞു പറഞ്ഞ് എന്നെ പേടിപ്പിക്കല്ലേ. മുത്തശ്ശിയുടെ വർത്താനം കേട്ട് എനിക്കിപ്പോ പേടി വന്നു തുടങ്ങി. ഭയന്ന് വേണ്ടാത്തൊക്കെ ചിന്തിച്ചിട്ട് എന്നെയും കൂടി ഭയപ്പെടുത്തല്ലേ മുത്തശ്ശി. പേടിക്കാതിരിക്കുന്നേ. പോയി സമാധാനമായിട്ട് ഉറങ്ങും മുത്തശ്ശി.